നമസ്കാരം. ഞാൻ തോമസ് കളത്തിപ്പറമ്പിൽ. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു നമ്മുടെ പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ട്. ഇപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാ. ഏതായാലും എന്താ പറയുക, നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ സുഖമുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവും. അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് അയവിറക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ടെൻഷൻ അതുപോലെ പല കാര്യങ്ങളൊക്കെ അങ്ങനെ മാറിക്കിട്ടും. നമ്മുടെ മൈൻഡൊക്കെ നമുക്കൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും. നല്ല നല്ല ഓർമ്മകൾ നമുക്കങ്ങനെ അതിലൂടെ ഇങ്ങനെ ചിറകടിച്ച് പറക്കാൻ പറ്റും ഏട്ടാ. അപ്പം ഞാനിപ്പോൾ പറയാൻ പോണത്, ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ എനിക്കൊരു സെക്കൻഡ് റാങ്ക് കിട്ടി. റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സുഖമുള്ള കാര്യമുള്ളതല്ലേ. അപ്പോൾ ഈ റാങ്ക് എന്ത് റാങ്കാണെന്ന് ഞാൻ പറയാം ഏട്ടാ. വേറെ ഒന്നുമല്ല, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് മോറൽ സയൻസ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ SSLC എക്സാമിന് അതില്ല എങ്കിലും മോറൽ സയൻസ് നമ്മൾ പഠിപ്പിക്കുമായിരുന്നു. അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു, അത് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ മോറൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ക്ലാസ്സിൽ ഞാനങ്ങനെ അറ്റൻഡ് ചെയ്യുമായിരുന്നില്ല. കാരണം സാധാരണ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ക്ലാസ് വെക്കുന്നത്. ചിലപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ടായിരിക്കും. അങ്ങനെയാണ് ആ ക്ലാസ് അന്ന് നടത്തിക്കൊണ്ടിരുന്നത് വെച്ചത്. അതുകൊണ്ട് തന്നെ 1-2 ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ SSLC കഴിയണ സമയത്ത് മോറൽ സയൻസിൻ്റെ എക്സാം വന്ന്. അപ്പോൾ ഞാനത് എഴുതണ്ട എന്ന് വിചാരിച്ചിരുന്നത് വെച്ചാൽ കമ്പൽസറി അല്ലായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് എല്ലാവരും ആ എക്സാം നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ VC ജോസഫ് സാറൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല, വേറെ വാക്കൊന്നുമില്ല. അപ്പോൾ എനിക്കത് എഴുതിയേ പറ്റുള്ളൂ. കാരണം ആ സാറിനോട് അത്ര സ്നേഹമായിരുന്നു. പേടിയല്ല കേട്ടോ, അത്ര ബഹുമാനവും സ്നേഹമായിരുന്നു. അതായിരുന്നു VC ജോസഫ് സാർ. കണക്ക് മാഷായിരുന്നു. 3 വർഷം എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം എക്സാം എഴുതണത് നിർബന്ധം പറഞ്ഞ്. അപ്പോൾ എനിക്കാകെ ടെൻഷനായി. കാരണം ഒരു ദിവസമേ ഉള്ളു. എനിക്കാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കില്ല. പിന്നെ ആരുടെയും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, കാരണം നാളെ എക്സാം ആയതുകൊണ്ട് ആരും തരൂല. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ക്ലാസ് റൂമിൽ ചെന്ന്. അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട്, കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അങ്ങനെ സാറ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു കഴിഞ്ഞ് ഞാനിങ്ങനെ അതിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ വായും പൊളിച്ചിരിക്കുകയാണ്. കാരണം എന്തെഴുതും, ടെക്സ്റ്റ് തുറന്നു പോലും നോക്കിയിട്ടില്ല, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യനുകൾ വായിക്കാൻ തുടങ്ങി. ആദ്യം കൊടുത്തിരുന്നത് ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു 3 ക്വസ്റ്റ്യൻ. അത് ചോയ്സ് ആയിരുന്നു, essay ടൈപ്പായിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ല, എന്തെഴുതും. അങ്ങനെ കണ്ണോടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ജനറലായിട്ട് ടെക്സ്റ്റിൽ നിന്നല്ലാതെ 3 ക്വസ്റ്റ്യൻ, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു essay എഴുതിയാൽ മതി. ടെക്സ്റ്റിൽ നിന്നുള്ള 3 ക്വസ്റ്റ്യൻ നിന്നൊന്ന്, അല്ലെങ്കിൽ ജനറലിൽ നിന്നുള്ള 3 ക്വസ്റ്റ്യൻ നിന്നൊന്ന് എഴുതിയാൽ മതി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ജനറൽ വിഭാഗത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിടക്കണേ. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ജാതി മതം അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാട്, ഈ മതത്തോട് ഉള്ള നമ്മുടെ കാഴ്ചപ്പാട്, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചോദ്യം കണ്ട്. അപ്പം ഞാനതിലിങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ചുറ്റും ഇരുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ പലരും ടെക്സ്റ്റ് ബുക്ക് ഡെസ്കിൻ്റെ താഴെ വെച്ചിട്ട് ഉടുക്കട്ട കോപ്പി അടിയാണ്. എല്ലാവരും ഭയങ്കര എഴുത്താണ് എഴുതിട്ടാ, അന്യായം എഴുത്താണ്. സാറ് പിന്നെ ഒന്നും നോക്കണില്ല കേട്ടോ, കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള എക്സാം അല്ല സാറിനെ സംബന്ധിച്ച്. അപ്പോൾ സാറിങ്ങനെ എന്താ പറയുക, അവിടെ തന്നെ സാറിൻ്റെ ചെയറിൽ തന്നെ ഇരിക്കണേണ്. എല്ലാവരും സാറിന് വിശ്വാസമുള്ള, ആരും കോപ്പി അടിക്കില്ല എന്നുള്ള ധാരണയാണ്. അങ്ങനെ പ്രത്യേകിച്ച് മോറൽ സയൻസുമാണ് കേട്ടാ, അപ്പോൾ കോപ്പി അടിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ എന്നെ ഒന്ന് അട്രാക്റ്റ് ചെയ്ത്. അപ്പോൾ ഈ ജാതി മതം അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, കലൂരൊരു തിയേറ്റർ ഉണ്ട്, സീന തിയേറ്റർ എന്ന് പറയും. ഇന്നത് ആ തിയേറ്റർ അല്ല, ഇന്ന് AJ ഹാള്. ആ സീന തിയേറ്ററിലായിരുന്നു നമ്മുടെ വൈപ്പിൻ മദ്യദുരന്തവുമായിട്ട് ഇറങ്ങിയ സിനിമയുണ്ട്, ഈനാട്, ഇനിയെങ്കിലും ഉണരൂ. ഈ സിനിമയൊക്കെ റിലീസായത് അവിടെയാണ്. അതുപോലെ രതീഷിൻ്റെ തുഷാരം, അങ്ങനെ കുറേ നല്ല സിനിമയൊക്കെ അവിടെ റിലീസിങ് തിയേറ്ററായിരുന്നു അത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ തിയേറ്ററാണ് കടന്നു വന്നത്. അപ്പം ഞാൻ നേരെ പേനെടുത്ത് എഴുതാൻ തുടങ്ങി. വേറൊന്നുമല്ല, ഈ മതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു തിയേറ്ററിനെ അതിലേക്ക് ഉപമിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങണേ. അപ്പോൾ ഈ തിയേറ്ററിന്
ബാൽക്കണി, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, അങ്ങനെ പല ക്ലാസ്സായിട്ട് തിരിച്ചേക്കണേ. ഇതിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായ രീതിയിലുള്ള തുക കൊടുത്ത് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ ബാൽക്കണിക്ക് ടിക്കറ്റ് എടുക്കുന്നു, ഫസ്റ്റ് ക്ലാസ്സിന് എടുക്കുന്നു, സെക്കൻഡ് ക്ലാസ്സിന് എടുക്കുന്നു, തേർഡ് ക്ലാസ്സിന് എടുക്കുന്നു. എന്നിട്ട് വ്യത്യസ്തമായ ഡോറുകളിലൂടെ ഇവർ തിയേറ്ററിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറണേ അല്ലേ. അപ്പം അങ്ങനെ കയറി എല്ലാവരും തിയേറ്ററിലേക്ക് കയറി കഴിയുമ്പോൾ അതിൻ്റെ ഡോറടക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്യണേ. അങ്ങനെ വ്യത്യസ്ത ഡോറുകളിലൂടെ കയറിയവരെല്ലാം ആ തിയേറ്ററിൽ അങ്ങനെ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കണേ. കുറച്ച് കഴിയുമ്പോൾ അവിടെ ആ സ്ക്രീൻ നല്ലൊരു മ്യൂസിക്കോടുകൂടി, ഇന്നങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു കട്ടൻ പൊങ്ങുന്ന അവസ്ഥ, ഇന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ അങ്ങനെ ഒരു മ്യൂസിക്കോടുകൂടി കട്ടൻ അങ്ങോട്ട് പൊങ്ങും. അതൊക്കെ ഒരു പ്രത്യേക രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഈ എല്ലാവരും ആ കട്ടൻ പൊങ്ങി കഴിയുമ്പോൾ അതിൽ സിനിമ ആരംഭിക്കണേ. അങ്ങനെ സിനിമ ആരംഭിച്ച് കഴിയുമ്പോൾ ഈ തിയേറ്ററിൽ പല വഴിയിലൂടെ കയറിയവർ അല്ലേ, പല തുക മുടക്കി കയറിയവർ എല്ലാവരും കാണുന്നത് ഒരു കാഴ്ചയാണ്, എല്ലാവരും കേൾക്കുന്നത് ഒരേ ശബ്ദമാണ്. എല്ലാവരും ആ കാണുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന വികാരം ഒരുപോലെ, വിചാരങ്ങൾ ഒരുപോലെ അല്ലേ. എല്ലാവരും ഒരുപോലെ കൈയടിക്കും, ഒരുപോലെ ചിരിക്കും, ഒരുപോലെ കണ്ണുനീര് തുടക്കും. അങ്ങനെ വ്യത്യസ്ത വഴികളിലൂടെ വന്നിട്ട് എല്ലാവരും അനുഭവിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞു വെച്ചത് വേറൊന്നുമല്ല, നമ്മളെല്ലാവരും വ്യത്യസ്തമായ മതങ്ങളിലാണെങ്കിലും വ്യത്യസ്തമായ ചിന്താഗതികളിലാണെന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ ആരാധനാക്രമങ്ങളാണെങ്കിലും ഈ വ്യത്യസ്തതകളെല്ലാം ഒരുമിച്ച് ചെന്നെത്തിപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവേശ്വരൻ എന്ന് പറയുന്ന ആ ഏകത്വത്തിലാണ് അല്ലേ. പ്രപഞ്ച സൃഷ്ടാവെന്ന് പറയുമ്പോൾ അത് ഒന്നേ ഉള്ളു, അതൊരു പോയിൻ്റാണ്. എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ചെന്നെത്തിപ്പെടുന്നത് ആ ഒരു പോയിന്റിലേക്കാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ മോറൽ സയൻസിൻ്റെ ആ ആൻസർ ഷീറ്റ് അവിടെ ക്ലോസ് ചെയ്ത് കേട്ടോ. ഇതിന് ശേഷം റിസൾട്ട് വന്നപ്പോഴാണ് അത്ഭുതം കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ സുഹൃത്ത് സേവ്യർ മില്ലർ, അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഞങ്ങൾ സീനിയർ തലത്തിലുള്ള സ്കൂൾ തലത്തിലുള്ള എക്സാം ആയിരുന്നു കേട്ടോ. സേവ്യർ മില്ലറിന് ഫസ്റ്റ് റാങ്ക്, എനിക്ക് സെക്കൻഡ് റാങ്ക്. അങ്ങനെ ഒന്നും പഠിക്കാതെ പോയാൽ എനിക്ക് സെക്കൻഡ് റാങ്ക് കിട്ടി. അപ്പോൾ ഇതിന് സമ്മാനം തന്ന്. അപ്പോൾ ആ സമ്മാനത്തോടു കൂടി എൻ്റെ ക്ലാസ് ടീച്ചർ എനിക്കൊരു ബുക്ക് തന്നായിരുന്നു. ചെറുകഥാപ്രസ്ഥാനം എന്ന് പറയുന്നൊരു ബുക്കാണ്. അപ്പോൾ സാറെന്തോ തിരിച്ചറിഞ്ഞ് എന്നിട്ട് എന്നോട് പറഞ്ഞു, തോമസേ എഴുതാനുള്ള കഴിവുണ്ട്, മോനത് ഇനി അങ്ങോട്ട് എഴുതണം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാറിൻ്റെ ആ ചെറുകഥാപ്രസ്ഥാനം എന്നുള്ള ബുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് അത് വായിച്ച് അവിടെ മാറ്റി വെച്ച്. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് സാറ് എന്നിൽ കണ്ടെത്തിയ ആ ഒരു ടാലൻറ്റ്, അത് എന്താ പറയുക, ആ ഒരു വിത്ത് പൊട്ടിമുളച്ചത്. ഇന്ന് സാറന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇവനെ ഒരു എഴുത്തുകാരനാക്കണമെന്ന്. വലിയ എഴുത്തുകാരനൊന്നും ആയില്ലെന്നുണ്ടെങ്കിലും ഇന്നൊരു ബുക്ക് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു. അത് വലിയൊരു സന്തോഷമാണ് ജീവിതത്തിൽ. അങ്ങനെ ആ അവാർഡിൽ നിന്ന് തുടങ്ങിയതായിരുന്നു SSLCക്ക് പഠിക്കുമ്പോൾ. അപ്പോൾ VC ജോസഫ് സാറിന് നന്ദി പറയാണ്, പ്രചോദനം നൽകിയതിനും പിന്നെ നല്ലൊരു ആശയം മനസ്സിൽ ഉദിപ്പിച്ച ദൈവത്തിനും ഞാൻ നന്ദി പറയണം ഏട്ടാ. ഓക്കെ.